നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണണം. കാരണം നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളാണ്. നല്ല സ്വപ്നങ്ങൾ കാണാനായിട്ട് ആദ്യം നമ്മൾ നന്നായി കിടന്നുറങ്ങണം. ഓക്കെ, ഗുഡ് നൈറ്റ്. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ചിലപ്പോൾ മൂവീസൊക്കെ കാണുമ്പോൾ മേ ബി ഒരു ഫാൻറ്റസി ടൈപ്പ് മൂവി, അതല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ഡ്രീം ചെയ്യുന്ന സീനുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഷോട്ടുകളിലെ ഹൈലൈറ്റ്സിൽ ചെറിയൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. ആ ഷോട്ടുകളിലെ ഹൈലൈറ്റ്സിന് മേ ബി ഒരു ബ്ലൂമിങ് അല്ലെങ്കിൽ ഒരു ഗ്ലോയിങ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെയാണ് സിമിലർ ആയിട്ടുള്ള ഒരു ബ്ലൂമിങ് ഹൈലൈറ്റ്സ് നമ്മുടെ ഫോട്ടോസിൽ നമുക്ക് ലൈറ്റ് റൂം മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻടു ദ വീഡിയോ. സോ എഡിറ്റിങ്ങിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു എഫക്റ്റ് നമ്മൾ ഓവർ യൂസ് ചെയ്യരുത്. ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയുടെ ഉള്ള ഭംഗി പോകും. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഈ ഒരു എഫക്റ്റ് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടതെന്നാണ്. നമ്മൾ ചിലപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഹൈലൈറ്റ്സ് ഒക്കെ ബ്ലോൺ ഔട്ട് ആയി പോയിട്ടുള്ള സമയങ്ങളുണ്ടാവില്ല. അതായത് ഹൈലൈറ്റ്സ് മൊത്തം വൈറ്റ് ആയി പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ സ്കൈ ഒക്കെ ഉള്ള ഫോട്ടോ എടുക്കുന്ന സമയത്ത് സ്കൈ ചിലപ്പോൾ ഭയങ്കര പ്ലെയിൻ ആയിരുന്നിട്ടുണ്ടാവും, ക്ലൗഡ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ അങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള സ്കൈയുള്ള ഇമേജസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓർ മേ ബി നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോയിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയാസ്, അതല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ബൊക്കെ ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു ബ്ലൂമിങ് എഫക്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇമേജ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ബേസിക് ആയിട്ട് ഒരു കളർ ഗ്രേഡിങ് ഈ ഇമേജിന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈറ്റ് റൂം കളർ ഗ്രേഡിങ് ട്യൂട്ടോറിയലൊക്കെ കാണുമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് മസ്റ്റ് വാച്ച് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കളർ ഗ്രേഡിംഗ് പ്രോസസ്സിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെലക്റ്റീവ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പാണ് സെലക്റ്റീവ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ബ്രഷ് ഫിൽറ്ററാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് റേഡിയൽ ഫിൽറ്ററാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഗ്രേഡിയൻറ്റ് ഫിൽറ്റർ. അപ്പോൾ നമ്മളിവിടെ ഒരു ബ്രഷ് ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫെദറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സൈസും കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ ആദ്യത്തെ ഈ ഒരു ഡോട്ട്, ഇവിടെ വരുന്ന ഈ ഒരു ഡോട്ട് നമ്മൾ പ്രസ് ചെയ്ത് നമ്മൾ മുകളിലോട്ടും സൈഡിലോട്ടും ആക്കിയാൽ ഈ ബ്രഷിൻ്റെ സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ സർക്കിൾ പിടിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫെദറിങ് കൂട്ടാൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫെദറിങ് ഇവിടെ ഒരു 100 ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ സൈസ് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് നമ്മൾ ഈ ഫോട്ടോയിലെ ഇങ്ങനെ ഹൈലൈറ്റ്സ് എടുക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ബൊക്ക വരുന്ന സ്ഥലങ്ങൾ നമ്മൾ നൈസായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ താഴെ ലൈറ്റ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ് ഈ രണ്ടും നമ്മൾ കുറച്ച് കൂട്ടിയിടാൻ, കോൺട്രാസ്റ്റ് നമ്മൾ കുറച്ച് കൂട്ടിയിട്ടു. അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് നമ്മളൊരു ലേശം കുറച്ചിട്ടുണ്ട്. ഷാഡോസിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഇമേജ് നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തണം. അതിന് താഴെ നമുക്ക് വൈറ്റ്സ് ഉണ്ട്. വൈറ്റ്സ് നമ്മൾ ലേശം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പോകുമ്പോൾ ഈ ഒരു എഫക്ട്സ് ടാബിലോട്ടാണ്. എഫക്ട്സിലോട്ട് പോയാൽ നമുക്ക് ഇവിടെ വരുന്ന ടെക്സ്ചർ, ക്ലാരിറ്റി, അതുപോലെ തന്നെ ഡീഹേസ്, ഇത് 3 നമ്മൾ ലേശം കുറച്ചിടാണ്. ഇപ്പോൾ ക്ലാരിറ്റി കുറച്ച് നമുക്ക് ഒന്നുകൂടെ ഒരു സോഫ്റ്റൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഡീഹേസ് നമ്മൾ കുറച്ച് ഇവിടെ കുറച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ടിക്ക് ബട്ടൺ കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ ഇമേജിൽ കാണാനായിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ആ ഹൈലൈറ്റ്സിന് ആ ഒരു ഗ്ലൂമിങ് അല്ലെങ്കിൽ ആ ഒരു ബ്ലൂമിങ് എഫക്റ്റ് നമ്മൾ നമ്മുടെ ഹൈലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് എന്ന് പറയുന്നത്, നമുക്ക് ഇതേപോലത്തെ ഇങ്ങനെ ഭയങ്കര വൈറ്റ് ആയിട്ടുള്ള സ്കൈ വരുന്ന ഇമേജസ്, അതല്ലെങ്കിൽ ബ്ലോൺ ഔട്ട് ആയി പോയിരിക്കുന്ന ഹൈലൈറ്റ്സ്, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ നമുക്ക് ആ ഒരു ബ്ലൂമിങ് എഫക്റ്റ് നമ്മളിപ്പോൾ നമ്മുടെ ഹൈലൈറ്റ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സട്ടിലായിട്ടാണ് നമ്മളിത് എഡിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓവറായി കഴിഞ്ഞാൽ നല്ല ബോറായിരിക്കും ഫോട്ടോ. നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമായിട്ട് നമ്മളത് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതൊരു ബൈ, പീസ്.